വഖഫ് ഭേദഗതി ബില്ലിന്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്ന സ്ഥലമാണ് മുനമ്പം. കാരണം മുനമ്പത്തെ 600ഓളം കുടുംബങ്ങൾ അവരുടെ ഭൂമി അത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ ഭൂമിയിൽ കരമടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ, തങ്ങൾ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ അന്യാധീനപ്പെടുന്ന അല്ലെങ്കിൽ തങ്ങൾ പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു മുനമ്പത്തെ നിവാസികൾ. ആ ഒരു അവസ്ഥയാണ് അവർ നേരിട്ടിരുന്നത്. അതുകൊണ്ട് അവർ നടത്തിയിരുന്ന അതിശക്തമായ സമരം അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വളരെയധികം കോളിളക്കമുണ്ടാക്കിയതാണ്. കാരണം അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും പൂർണ്ണമായിട്ടും അവരുടെ കൂടെ നിൽക്കാൻ ആരും തയ്യാറായില്ല. അവരെല്ലാവരും വഖഫ് ബോർഡിന്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പാർട്ടികളൊക്കെ തന്നെ ഇവരുടെ അനുഭവം പ്രകടിപ്പിക്കുമെങ്കിലും പൂർണ്ണമായിട്ടും അവരുടെ കൂടെ ആയിരുന്നില്ല. അത് UDFന്റെ നേതാക്കളായാലും LDFന്റെ നേതാക്കളായാലും അവരെല്ലാവരും പരസ്യമായിട്ട് വഖഫ് ബോർഡിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. ഈ 600ഓളം കുടുംബങ്ങളാണ് തെരുവാധാരമായത്. ഇപ്പോൾ അവർ 414 ദിവസമായി നടത്തുന്ന സമരം ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് അവിടെ ക്രിസ്ത്യൻ പള്ളിയുടെയൊക്കെ നേതൃത്വത്തിലുള്ളതാണ് ആക്ഷൻ കമ്മിറ്റി. ആ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്, അവരതിന് കാരണമായിട്ട് പറയുന്നത് ഏതാണ്ട് 90% പേർക്കും നികുതി അടക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കരമടക്കാൻ കഴിഞ്ഞു. ഈ കരമടക്കാൻ കഴിഞ്ഞത് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് തങ്ങൾ സമരം അവസാനിപ്പിക്കുകയാണ് എന്നാണ് സമരസമിതി പറയുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് തങ്ങൾ സമരം നിർത്താൻ ആവില്ല. എന്നാണോ ഈ സമരസമിതി സമരം നിർത്തുന്നത് അന്ന് തങ്ങളുടെ കർമ്മസമിതിയുടെ മുനമ്പം സമരസമിതിയുടെ പേരിൽ സമരം തുടങ്ങും എന്നാണ് ആ നേരത്തെ ഉണ്ടായിരുന്ന സമരത്തിന് നേതൃത്വം കൊടുത്ത ഫിലിപ്പ് ജോസഫിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇവിടെ പ്രസക്തമായൊരു വിഷയം, പാർലമെന്റിൽ കേന്ദ്രത്തിലെ BJP സർക്കാർ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി നിയമമാണ്. ഈ ഭേദഗതി നിയമമാണ് വഖഫിലെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ജനങ്ങൾക്ക്, മുനമ്പത്തെ ജനങ്ങൾക്ക് മോചനമുണ്ടാക്കാൻ വഴിതെളിച്ചത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും അത് ഫലപ്രാപ്തിയിലെത്തിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായി ആയില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോഴും സമരം തുടരും എന്ന് പറയുന്ന ആളുകൾ പറയുന്നുണ്ട്, തങ്ങൾക്ക് കരമടച്ചാൽ പോരാ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കരമടച്ചാൽ പോരാ, പൂർണ്ണമായും തങ്ങളുടെ ഭൂമിയിലുള്ള ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്യപ്പെടാതിരിക്കണം, ഒരിക്കലും തങ്ങളെ ഇവിടുന്ന് പിടിച്ചു മാറ്റില്ല എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ തങ്ങൾ സമരം ചെയ്യുമെന്നാണ്. കാരണം വഖഫ് ഭേദഗതി നിയമം അത് പാർലമെന്റ് പാസാക്കി, കോടതിയിൽ അതിനെതിരായിട്ടുള്ള ന്യായവാദങ്ങളൊക്കെ തള്ളി. അതുകൊണ്ട് തന്നെ അവർക്കൊരു പൂർണ്ണമായ ഉറപ്പാണ്. പക്ഷെ ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായി തീർന്നാൽ മാത്രമേ തങ്ങൾ സമരം അവസാനിപ്പിക്കൂ എന്നാണ് സമരസമിതിക്കാർ പറയുന്നത്. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ഇതുവരെ സമരത്തെ അങ്ങനെ നോക്കിക്കാണാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇലക്ഷൻ അടുത്ത സമയത്ത് എങ്ങനെയെങ്കിലും സമരം നിർത്തുക, ഇപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പൊ ആ സമയമാകുമ്പോഴേക്ക് എല്ലാം ക്ലീൻ ആയി എന്ന് വരുത്തി തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് മന്ത്രി P. രാജീവും അതുപോലെ തന്നെ അവിടുത്തെ വൈപ്പിനിലെ MLA ഉണ്ണികൃഷ്ണനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നത്. ഒരുപക്ഷെ സമരസമിതിയുടെ മുകളിൽ കാര്യമായ സമ്മർദ്ദമുണ്ടാവും. മാത്രമല്ല അവർ 414 ദിവസമായി സമരം ചെയ്യുന്നതിന്റെ ക്ഷീണമൊക്കെ അവർക്ക് കാണും. പക്ഷെ പൂർണ്ണമായും സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകില്ല എന്നാണ് അവിടുത്തെ ഒരു വിഭാഗം പറയുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയാകർഷിച്ച മുനമ്പത്തെ സമരം ഒരുപക്ഷെ ഇന്നത് അവസാനിക്കുമെന്ന് പറയാറായിട്ടില്ല. ആ സമരം തുടരും എന്ന് തന്നെയാണ് സമരസമിതിയിലെ ഒരു വിഭാഗം പറയുന്നത്. എന്ന് അവർ സമരം നിർത്തുന്നു അന്ന് തങ്ങൾ സമരം തുടങ്ങുന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.